ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ, ലൈഫ് ഹാസ് ടു ഗോ ഓൺ, ഓൾവേസ് പോസിറ്റീവായി. പുഷ്പ 2 വൈൽഡ് ഫയർ. അപ്പോൾ പുഷ്പ 2-ലെ ഫീലിങ്സ് എന്ന ഗാനം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. അപ്പോൾ ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് എല്ലാ ഭാഷകളിലും, അതായത് ഇത് റിലീസ് ചെയ്ത എല്ലാ ഭാഷകളിലും ഇതിൻ്റെ ആദ്യത്തെ വരികൾ മലയാളത്തിലാണ് എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലു അർജുന് കൊച്ചിയിൽ വന്നപ്പോൾ, അതായത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്, പുഷ്പ 2-ൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കൊച്ചിയിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, മലയാളികൾക്കായിട്ടൊരു പാട്ടുണ്ട്, ഒരു സർപ്രൈസ് ഉണ്ട്, അത് മലയാളികൾക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അണിയറ പ്രവർത്തകർ പാട്ട് പുറത്തുവിട്ടപ്പോൾ എല്ലാ ലാംഗ്വേജുകളിലും, എല്ലാ ഭാഷകളിലും, അതായത് പാട്ട് റിലീസ് ചെയ്ത എല്ലാ ഭാഷകളിലും, അതായത് പടം റിലീസ് ചെയ്യാൻ പോകുന്ന എല്ലാ ഭാഷകളിലും ഈ പാട്ട്, അതിൻ്റെ ആദ്യത്തെ വരികൾ മലയാളത്തിലായിരിക്കുമെന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഈ പാട്ടിപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഹിന്ദിയിൽ ഇതുവരെ എന്ന് പറയുന്ന 6.2 മില്യൺ വ്യൂസ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദി സോങ് എന്നത്. ഇതിൻ്റെ ഹിന്ദി വേർഷന്, അതായത് ട്രെൻഡിങ്ങിൽ ഹിന്ദി വേർഷൻ 15-ാം സ്ഥാനത്താണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തെലുങ്ക് 10 മില്യൺ വ്യൂസ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. തമിഴ് 2 മില്യൺ വ്യൂസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ബംഗാളി 1 മില്യൺ വ്യൂസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം മലയാളം 9 ലക്ഷം വ്യൂസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കന്നഡ 8 ലക്ഷം വ്യൂസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ റിലീസ് ചെയ്ത എല്ലാ ഭാഷകളിലും നല്ല വ്യൂസുമാണ്. പാട്ട് നല്ല ട്രെൻഡിങ്ങിലാണ് എന്ന് പറയാം. ഇതിൻ്റെ മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത് ദേവിശ്രീ പ്രസാദാണ്. ദേവിശ്രീ പ്രസാദിനെ കുറിച്ച് നോക്കുമ്പോൾ DSP എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ദേവിശ്രീ പ്രസാദ് അല്ലു അർജുൻ്റെ ഒരു സ്പെഷ്യൽ മ്യൂസിക് ഡയറക്ടറാണ്. കാരണം ദേവിശ്രീ പ്രസാദ് എന്നത്, കാരണം അദ്ദേഹത്തിൻ്റെ കരിയർ ഭൂരിഭാഗം സിനിമകളും ചെയ്തിരിക്കുന്നത് ദേവിശ്രീ പ്രസാദാണ്. അതായത് തുടക്കകാലത്ത് അദ്ദേഹത്തെ കൂടുതൽ പോപ്പുലറാക്കിയത് അല്ലു അർജുനെ കൂടുതൽ പോപ്പുലറാക്കിയത് ദേവിശ്രീ പ്രസാദിൻ്റെ ഗാനങ്ങളാണ്. ആര്യ മുതൽ ഇങ്ങോട്ട് ദേവിശ്രീ പ്രസാദാണ് അല്ലു അർജുനെ എല്ലാവരും കൂടുതൽ ആളുകളിലേക്കും പെട്ടെന്ന്, പാട്ടിലൂടെയാണ് ഒരു ഹീറോ കൂടുതൽ ആളുകളിലേക്ക് പെട്ടെന്ന് എത്തുക. അത് വളരെ മനോഹരമായിട്ട് ദേവിശ്രീ പ്രസാദ് അല്ലു അർജുനെ ചെയ്തു കൊടുത്തു. ആര്യയായിരുന്നു ഇവർ തമ്മിൽ ആദ്യമായിട്ട് ഒന്നിച്ചത്. അതിലെ പാട്ടുകളെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്ടർ സുകുമാർ, ഇവർ മൂന്ന് പേരും കൂടെ ആദ്യമായിട്ട് ഒന്നിച്ച ചിത്രം എന്ന് പറയുന്ന ആര്യയായിരുന്നു. അതായത് ദേവിശ്രീ പ്രസാദും സുകുമാറും അല്ലു അർജുനും. അപ്പോൾ ആ ഒരു കോംബോയാണ് വീണ്ടും പുഷ്പ 2-ലൂടെ വീണ്ടും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പാട്ട് കണ്ടപ്പോൾ ഇതിലെ കൊറിയോഗ്രാഫിയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഡാൻസും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. കാരണം അല്ലു അർജുൻ ഓൾറെഡി നമുക്കറിയാം നല്ലപോലെ ഡാൻസ് ചെയ്യും. പക്ഷേ രശ്മിക അല്ലു അർജുൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടി എന്നാണ് നമുക്ക് പാട്ട് കണ്ടപ്പോൾ തോന്നിയത്. കാരണം രണ്ടുപേരും കൂടെ ഒന്നിച്ചിടുന്ന സ്റ്റെപ്പുകൾ, സത്യം പറഞ്ഞാലോ കിളി പോയിട്ട് ഇങ്ങനെ കണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ ഇത് ഷൂട്ട് ചെയ്തു എന്നാണ് ഞാൻ ആലോചിച്ചത്. ഇതിൻ്റെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ശേഖറാണ് ഇതിൻ്റെ കൊറിയോഗ്രാഫി. മനോഹരമായ കൊറിയോഗ്രാഫിയാണ്. നല്ല നല്ല മൂവ്മെൻറ്റുകളാണ് പാട്ടിലുടനീളം കാണാൻ സാധിക്കും. ഏതായാലും തിയേറ്ററിൽ ഈ പാട്ട് തകർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫീലിംഗ് സോങ്. ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ചന്ദ്രബോസാണ്. അപ്പോൾ മനോഹരമായ സ്റ്റെപ്പുകളായിരുന്നു കൂടുതലും ഈ പാട്ടിലേക്ക് ആകർഷിച്ചത്. രണ്ടുപേരും കൂടി ഒന്നിച്ചുകൊണ്ട് ഇടുന്ന സ്റ്റെപ്പുകളൊക്കെ അതിമനോഹരമായിട്ടുണ്ട് ഈ പാട്ടിൽ. അല്ലു അർജുൻ്റെ പാട്ട് നമുക്കറിയാം, ഡാൻസിന് ഒരു പഞ്ഞവും കാണുകയില്ല. രശ്മികയും കൂടെ അല്ലു അർജുൻ്റെ കൂടെ കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുന്നതാണ് നമ്മൾ ഈ പാട്ടിൽ കണ്ടതെന്ന് പറയാം. ഏതായാലും നവംബർ 5-നാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്, പുഷ്പ 2. പാട്ടുകൾ ഓൾറെഡി ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇതിൻ്റെ ഓഡിയോ ലോഞ്ച് പാട്നയിലാണ് നടന്നത്. നല്ല ക്രൗഡായിരുന്നു. പിന്നീട് ചെന്നൈയിൽ നല്ല ക്രൗഡായിരുന്നു. കൊച്ചിയിൽ വന്നപ്പോഴും അതുപോലെ തന്നെ. ഏതായാലും പ്രീ റിലീസ് ഈവൻറ്റുകളെല്ലാം ജനപിന്തുണ കൊണ്ട്, അല്ലെങ്കിൽ ജനശ്രദ്ധ കൊണ്ട് വലിയ രീതിയിൽ കോലിളക്കം സൃഷ്ടിച്ചു കഴിഞ്ഞു. ഏതായാലും പുഷ്പ 2 നല്ലൊരു ഓപ്പണിംഗ് ആയിരിക്കും കിട്ടാൻ പോകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡിസംബർ 5-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.